ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഓപ്പോ പുറത്തിറക്കിയ ഓപ്പോ ഫൈൻഡ് X3 പ്രോയുടെ ഒരു അൺബോക്സിങ്ങും ഒരു ഫുൾ സ്പെസിഫിക്കേഷൻസ് വീഡിയോ ആണ്. അതായത് ഇതിൻ്റെ ഫുൾ സ്പെസിഫിക്കേഷൻസും ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ കൂട്ടുകാർക്ക് എൻ്റെ കണ്ടൻറ്റ് സജസ്റ്റ് ചെയ്യും, അവരത് ക്ലിക്ക് ചെയ്ത് കാണുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിരിക്കുക. കുറേ ഹാർഡ് വർക്ക് എടുത്തിട്ടാണ് ഇങ്ങനെ ഓരോ വീഡിയോസ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഓക്കെ, സോ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഫുൾ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം. സോ സൈഡിലായിട്ട് ഫൈൻഡ് എക്സ് എന്ന് എഴുതിയിട്ടുണ്ട്, മുകളിലായിട്ട് 3 എഴുതിയിട്ടുണ്ട്, പിന്നെ താഴെയായിട്ട് ചെറുതായിട്ട് പ്രോ എന്നും കൂടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ വരുമ്പോൾ ബോക്സിൻ്റെ കളറൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഫുള്ള് നിങ്ങൾ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. സോ നമുക്ക് നമ്മുടെ ബോക്സിൻ്റെ സൈഡ് ഭാഗങ്ങളൊക്കെ ഒന്ന് നോക്കാം. സൈഡിലോട്ടൊക്കെ നമുക്ക് അതേ ഒരു ഗ്രേഷ് രീതി തന്നെയാണ് തന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ബോക്സിൽ വലിയ വ്യത്യാസമൊന്നും തന്നിട്ടില്ല. പിന്നെ നല്ല നീളമുള്ളൊരു ബോക്സാണ് കേട്ടോ, നല്ല നീളമുള്ള ബോക്സാണ്. സോ നമുക്ക് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം, ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് നമ്മുടെ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇവിടെയാണ് ഞാൻ പറഞ്ഞ പോലെ 3യുടെ ലോഗോ വന്നിരിക്കുന്നത്. സോ നല്ലൊരു മാറ്റ് ഫിനിഷാണ് ബാക്കിൽ തന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു ബോക്സിൻ്റെ ഒരു ഫിനിഷൊക്കെ വേറെ ലെവലാണ്. സോ നല്ലൊരു ഫിനിഷ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൽ തന്നിരിക്കുന്നത്. സോ നമുക്ക് നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് ബോക്സിൻ്റെ അകത്ത് എന്തൊക്കെ കിട്ടുമെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സോ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഫ്രണ്ടിലായിട്ട് ഓപ്പോയുടെ ബ്രാൻഡിങ് ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു കാർഡ് കൊടുത്തൊരു സംഭവം വെച്ചിട്ടുണ്ട്. സോ ഇതിൻ്റെ സാധാരണ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളാണ് വരുന്നത്. സോ അത് തന്നെയാണ്, കുറച്ച് ഡോക്യുമെൻറ്റേഷൻസ് ആണ്, നമ്മുടെ കിക്ക് സ്റ്റാർട്ട് ഗൈഡ്, യൂസർ മാനുവൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ ഓപ്പോയുടെ ഒരു കാർഡ് കിട്ടുന്നുണ്ട്. ഇത് ഓപ്പോ കെയർ പ്ലസിൻ്റെ ഒരു കാർഡാണ്. നമ്മുടെ OnePlusൻ്റെ റെഡ് കേബിൾ കാർഡ് കിട്ടിയവർക്കറിയാം, നോഡൊക്കെ വാങ്ങിച്ചവർക്കറിയാം, 80 ഒക്കെ വാങ്ങിച്ചവർക്കറിയാം. സോ അതിൽ കിട്ടിയാൽ ഓപ്പോയും കെയർ പ്ലസ് എന്ന് പറഞ്ഞൊരു കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ചൈനീസിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്, പിന്നെ അവരുടെ ഫോൺ നമ്പർ, കസ്റ്റമർ കെയറിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്ക് പിന്നെ ഒരു സ്റ്റിക്കർ പോലത്തൊരു സംഭവം കിട്ടുന്നുണ്ട്. ഇതെന്താണെന്നൊരു പിടുത്തവും ഇല്ല. അവരുടെ QR കോഡും ബാക്കി കാര്യങ്ങളൊക്കെ എഴുതിക്കൊണ്ടൊരു സ്റ്റിക്കറാണ്. നല്ലൊരു സ്റ്റിക്കർ തന്നെയാണ്, കുഴപ്പമില്ല. സോ നമ്മുടെ സ്മാർട്ട് ഫോൺ ഫ്രണ്ടിലായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല നീളമുള്ള ബോക്സാണ് കേട്ടോ, നല്ല നീളമുണ്ട് ഈ ഒരു ബോക്സ്, കാണുന്ന പോലൊന്നുമല്ല. പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഒരു കേസ് കിട്ടുന്നുണ്ട്. സോ നല്ലൊരു കേസ് തന്നെയാണ്, നല്ല ക്വാളിറ്റി ഉള്ള കേസാണ്. TPU കേസ് അല്ല, ഒരു സിൽക്കൺ കേസാണ് ഈ ഒരു ഫോണിന് തന്നിരിക്കുന്നത്. നല്ലൊരു കേസാണ്. പിന്നെ ഓപ്പോ ഹെഡ്സെറ്റ്സ് തരുന്നുണ്ട്, നല്ലൊരു കാര്യമാണ്, നല്ല ഹെഡ്സെറ്റ്സ് ആണ് നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഓപ്പോയുടെ ഹെഡ്സെറ്റ്സ്. ഓക്കെ, ഓപ്പോ സ്മാർട്ട് ഫോൺസ് ഇപ്പം ഹെഡ്സെറ്റ്സ് ഇന്ത്യയിൽ തരുന്നില്ല. ഇന്ത്യയിൽ വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ഹെഡ്സെറ്റ്സ് തരും. സോ നല്ലൊരു ഹെഡ്സെറ്റ് തന്നെയാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്, നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മുടെ ഒരു ചാർജ് കിട്ടുന്നുണ്ട്. സോ 65 വാട്ടിൻ്റെ ഒരു കിടിലൻ ഒരു ഫാസ്റ്റ് ചാർജറാണ് തന്നിരിക്കുന്നത്. നല്ലൊരു ചാർജർ തന്നെയാണ്, 65 വാട്ടിൻ്റെ ഒരു ചാർജർ. ഇത് നമുക്ക് 10 മിനിറ്റിൽ 40% കയറുന്ന ഒരു ചാർജറാണ്. നമുക്ക് ഇതിൻ്റെ അകത്ത് റിവേഴ്സ് ചാർജിങ്ങിൻ്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. സൂപ്പർ വോക്ക് 2.0യുടെ സപ്പോർട്ടാണ് ഈ ഒരു ഫോണിൻ്റെ തരുന്നത്. വിവോ യൂസേഴ്സിന് അറിയാം സൂപ്പർ വോക്ക് എന്താണെന്ന്, വിവോ യൂസേഴ്സിന് അറിയാം. പിന്നെ നമുക്ക് USB to Type-C കേബിളും കിട്ടുന്നുണ്ട്. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് ലഭിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണൊന്ന് വെളിയിലേക്ക് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫൈൻഡ് X3 Pro. സോ നമുക്കൊന്ന് മാറ്റിയിട്ട് നമ്മുടെ സ്മാർട്ട് ഫോണൊന്ന് എടുക്കാം. സോ ഇതാണ് നമ്മുടെ ഓപ്പോ ഫൈൻഡ് X3 Pro. അപ്പം ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിരിക്കും. സോ എൻ്റെ ഇരിക്കുന്നൊരു വൈറ്റ് കളറാണ്, ഇതിൻ്റെ ഒരു ബ്ലാക്ക് കളർ അവൈലബിൾ ആണ്. അതോടൊപ്പം വേറൊരു കളർ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഓറഞ്ച് രീതിയിലുള്ളൊരു കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പല കളറിൽ നമ്മുടെ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. ഏകദേശം 3-4 കളറിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ബ്ലാക്ക് കിട്ടുന്നുണ്ട്, ബ്ലൂ കിട്ടുന്നുണ്ട്, വൈറ്റ്, അങ്ങനെ കുറച്ച് കളറൊക്കെ കിട്ടുന്നുണ്ട്. സോ നമ്മൾ കളറിലോട്ടൊന്നും കടക്കുന്നില്ല. ഈ ഒരു ഫോൺ ബാക്ക് ക്യാമറ മൊഡ്യൂൾ കണ്ടു കഴിഞ്ഞാൽ സെയിം, എൻ്റെ അനി ഈ ഫോൺ കണ്ടപ്പോഴേ ഇതിൻ്റെ എന്താ പറയുക, ഇതിൻ്റെ ഓവർവ്യൂ കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു ഇത് ഐഫോണിൻ്റെ കോപ്പിയാണെന്ന്. കറക്റ്റ് അത് തന്നെയാണ്, ഇതൊരു ഐഫോണിൻ്റെ കോപ്പി തന്നെയാണ്. കറക്റ്റ് സെയിം ഐഫോണിൻ്റെ കോപ്പിയാണ് കേട്ടോ. കറക്റ്റ് ആ ബാക്ക് ക്യാമറ മൊഡ്യൂൾ കണ്ടാൽ തന്നെ അറിയാം. നമ്മുടെ ഐഫോണിൻ്റെ ക്യാമറ ഉണ്ടല്ലോ 12 Pro Max, ആ ഒരു ക്യാമറ അവർ തിരിച്ച്, അതായത് അതിൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ തിരിച്ച് വയ്ക്കുമല്ലോ, റൊട്ടേറ്റ് ചെയ്ത് വയ്ക്കുമല്ലോ, അതേപോലെയാണ് ഈ ക്യാമറ വെച്ചിരിക്കുന്നത്. അതേ മൊഡ്യൂൾ, സെയിം മൊഡ്യൂൾ തന്നെയാണ്, കറക്റ്റ് തന്നെയാണ്. നമ്മുടെ ഐഫോണിനെ കോപ്പി അടിച്ച് വെച്ചിരിക്കുകയാണ് ഈ ഒരു ഫോൺ. അതോടൊപ്പം ഐഫോൺ ബോക്സിൻ്റെ അകത്ത് എയർപോഡ്സ് തരുന്ന പോലെ ഇവർ അവരുടെ ഹെഡ്സെറ്റ്സ് ഒക്കെ തരുന്നുണ്ട്, അത് കണ്ടാൽ തന്നെ അറിയാം. സോ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസിലേക്കും ബാക്കി ഇതിൻ്റെ കാര്യങ്ങളിലേക്കും ഞാൻ കടക്കുന്നതാണ്. അപ്പോൾ ഇതിപ്പോഴേ ഞാൻ ഗ്ലോബൽ വേരിയൻറ്റ് ഇപ്പോഴേ വാങ്ങിക്കേണ്ടതാണ് ഞാൻ പറയുന്നത്. കാരണം ഇന്ത്യയിൽ വെയിറ്റ് ചെയ്യുക, ഇന്ത്യ ലോഞ്ച് ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് Mi 11 Ultra'യുടെ കൂടെ ആയിരിക്കും ഈ ഒരു ഫോണും അവർ ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്കി ബോഡി കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത്, അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 193 ഗ്രാമാണ്. കുറച്ച് വെയിറ്റ് ഉണ്ട്, അതായത് നമ്മുടെ Redmi Note 10 Pro Maxൽ അത്ര ഒരു വെയിറ്റ് ഉണ്ട്, അതിനേക്കാളും കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ്. ചെറിയൊരു വെയിറ്റ് കുറവുള്ള സ്മാർട്ട് ഫോണാണ് നമ്മുടെ
Oppo Find X3 Pro. സോ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് വെയിറ്റിൻ്റെ കാര്യത്തിൽ. അതോടൊപ്പം ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷൻ ഫ്രണ്ടിലും ബാക്കിലും കിട്ടുന്നുണ്ട്. അതോടൊപ്പം അലൂമിനിയം ഫ്രെയിമാണ് ഫോണിൽ തന്നിരിക്കുന്നത്. സോ നമുക്ക് IP68ൻ്റെ വാട്ടർ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. LTPOയുടെ ഒരു AMOLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിൽ തന്നിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റും HDR10+ സപ്പോർട്ടബിൾ ആണ്. സോ നല്ലൊരു കാര്യമാണ് കേട്ടോ. 6.7 ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഗോറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സോ ഈ ഒരു ബാക്ക് ഡിസൈനൊക്കെ സൂപ്പറാണ്. സോ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ എഡ്ജസൊക്കെ കണ്ടാൽ തന്നെ അറിയാം നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് കേസ് ഒന്ന് ഇട്ട് കാണിച്ചു തരാം. സോ അതിൻ്റെ കേസിൻ്റെ ക്വാളിറ്റി പറയാം. കാരണം നമ്മുടെ ബാക്കിൽ ബ്ലറായിട്ടാണ്, ചെറുതായിട്ട് ബ്ലർ ചെയ്താണ് നമുക്ക് ഓരോ കാര്യങ്ങളും കാണാൻ സാധിക്കുന്നത്. ക്ലിയർ കേസ് അല്ല, ചെറിയൊരു എന്താ പറയുക, ബ്ലർഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്പെറൻറ്റ് കേസാണ്. ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ, ബ്ലർ. ഈ കളർ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ട്രാൻസ്പെറൻ്റ് എന്ന് ഞാൻ പറയും, ട്രാൻസ്പെറൻറ്റ് രീതിയിലുള്ള കളറാണ്. സോ നല്ലൊരു കേസ് തന്നെയാണ്. ആ കേസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയൊന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. കാരണം ക്യാമറ ചെറുതായിട്ട് വെളിയിലോട്ട് ബമ്പ് ചെയ്തിരിപ്പുണ്ട്. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. ആൻഡ്രോയിഡ് 11 ആണ് ലഭിക്കുന്നത്. കളർവൈസ് 11.2 കിട്ടുന്നുണ്ട്. കോൾകോം സ്നാപ്ഡ്രാഗൺ 888ൻ്റെ ചിപ്സെറ്റാണ് ഈ ഒരു ഫോണിനകത്ത് ലഭിക്കുന്നത്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് കിട്ടുന്നുണ്ട്. മുകളിലെ സൈഡിലായിട്ട് നമ്മുടെ നോച്ച് തന്നിട്ടുണ്ട്. ആ നോച്ചിൽ ക്യാമറ തന്നിട്ടുണ്ട്. സോ നല്ലൊരു കാര്യം തന്നെയാണ്. സോ എൻ്റെ ഇരിക്കുന്നത് 256 GB സ്റ്റോറേജ് 12 GB റാം ഉള്ളൊരു വേരിയൻ്റ് സ്മാർട്ട് ഫോണാണ്. UFS 3.1 ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ ക്യാമറ മൊഡ്യൂൾ വരുന്നത് 50 മെഗാ പിക്സലിൻ്റെ, അതായത് 50 മെഗാ പിക്സലിൻ്റെ വൈഡ് ക്യാമറയും 13 മെഗാ പിക്സലിൻ്റെ ടെലിഫോട്ടോ ക്യാമറയും 50 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ക്യാമറയും പിന്നെ തന്നിട്ടുണ്ട് കേട്ടോ. 3 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ക്യാമറയും ഈ ഒരു ഫോണിനകത്ത് തന്നിട്ടുണ്ട്. സോ മൊത്തത്തിൽ ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് തന്നിരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് കാണുന്നവർക്ക് 3 ക്യാമറ എന്നേ തോന്നുള്ളൂ. ചെറിയൊരു 3 മെഗാ പിക്സലിൻ്റെ ക്യാമറ സ്മാർട്ട് ഫോൺ ബാക്കിലായിട്ട് വെച്ചിട്ടുണ്ട്. സോ ഫ്രണ്ടിലായിട്ടിരിക്കുന്ന ഒരു സിംഗിൾ സെൽഫി ക്യാമറ 32 മെഗാ പിക്സലിൻ്റെ ഒരു വൈഡ് ക്യാമറയാണ്. അത് നല്ലൊരു ക്യാമറയാണ്. ഇതിൻ്റെ ബാക്ക് ക്യാമറ വെച്ച് നമുക്ക് 4K at 60 FPS വരെ നമുക്ക് മാക്സിമം ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ട് ക്യാമറ വെച്ച് 1080p at 30 FPS നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഒരു ഫോണിനകത്ത് അവൈലബിൾ ആണ്. 3.5mm ഓഡിയോ ജാക്ക് ഫോണിനകത്ത് കിട്ടുന്നില്ല. സോ പിന്നെ ഞാൻ പറഞ്ഞിരുന്ന കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് ഈ ഒരു ബോക്സിനകത്ത് നിന്ന് കിട്ടിയെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. എനിവേ ഇത്രയും കാര്യങ്ങളാണ് കിട്ടിയത്. പിന്നെ 4500 mAh ബാറ്ററിയും കൂടെ ഉണ്ട്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അടുത്ത് വരുന്ന ഒരു ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ അമർത്തി വെച്ചാൽ കുറച്ചുകൂടി ഉപകാരമായേനെ. Until then, this is Satyan signing off. Bye bye. Tata.